മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിൽ 2004 മുതൽ 10 വർഷം നീണ്ട ഭരണത്തിന് അപ്രതീക്ഷിത തിരിച്ചടി നൽകി 2014 BJP ഏറ്റവും വലിയ ഒറ്റകക്ഷിയായപ്പോൾ കോൺഗ്രസ് നാമാവശേഷമായത് രാജ്യം കണ്ടു. 2009 ഒറ്റയ്ക്ക് 206 സീറ്റുകളുടെ ഭരണ തുടർച്ച നേടിയ കോൺഗ്രസ് 2014 കേവലം 44 സീറ്റുകളിലേക്ക് കൂപ്പുകുത്തി. ആകെ പോൾ ചെയ്തതിൻ്റെ 19.3% വോട്ട് മാത്രം. 5 വർഷത്തിന് ശേഷം വർദ്ധിച്ചത് 8 സീറ്റുകൾ മാത്രം, അതായത് 52 സീറ്റുകൾ, 19.49% വോട്ട്. എന്നാൽ ഇത്തവണ അവിടെ നിന്നൊരു കുതിപ്പായിരുന്നു കോൺഗ്രസ് നടത്തിയത്. ഒറ്റയ്ക്ക് നേടിയത് 99 സീറ്റുകൾ, 21.26% വോട്ട്. കൂടുതൽ സീറ്റുകൾ നേടി ഭരണം പിടിക്കാനായില്ലെങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ തിരിച്ചുവരവിന് പിന്നിൽ വലിയ കഠിനാധ്വാനത്തിൻ്റെയും ആസൂത്രണങ്ങളുടെയും കഥയുണ്ട്. കഴിഞ്ഞ 5 വർഷം കൊണ്ട് പ്രതിപക്ഷ നിരയിലെ പ്രബല കക്ഷിയായി നിന്ന് തിരിച്ചുപിടിച്ച വിശ്വാസത്തിന്റെ വളർച്ച ആ സീറ്റെണ്ണത്തിൽ കാണാം. കോൺഗ്രസിന്റെയും അത് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിയുടെയും ശക്തമായ പ്രകടനത്തിൽ നിറം മങ്ങിയത് BJPയും NDAയുമാണ്. കഴിഞ്ഞ തവണത്തെ 303 സീറ്റുകളെന്ന മാരക ഫോമിൽ നിന്ന് അവരുടെ സീറ്റെണ്ണം 240ലേക്ക് താഴ്ന്നു, അതായത് 63 സീറ്റുകളുടെ കുറവ്. നിസ്സാര തിരിച്ചടിയായി ഇതിനെ കാണാനാവുമോ? ഇല്ല. അതേസമയം മറുവശത്ത് ചാരത്തിൽ നിന്നും ഉയർന്നു വരുന്ന ഫീനിക്സ് പക്ഷിയെപ്പോലെ ചിറകുവിടർത്തി ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ രക്ഷകരായെത്തിയ പ്രതീതിയായിരുന്നു കോൺഗ്രസിന്. പരാജയത്തിൻ്റെ പടുകുഴിയിൽ നിന്നും ഇപ്പോഴത്തെ പ്രകടനത്തിലേക്ക് കോൺഗ്രസ് തിരിച്ചു വന്നതിന് പിന്നിൽ പ്രധാനമായും 3 ഘടകങ്ങളാണ്. അതിൽ പ്രധാനം പുതിയ സഖ്യമാണ്. BJP നേതൃത്വത്തിലുള്ള NDA സർക്കാരിനെ നേരിടാൻ കോൺഗ്രസ് മുന്നിട്ടിറങ്ങി രൂപീകരിച്ച ഇന്ത്യ മുന്നണി തന്നെയാണ് ഒന്നാമത്തേത്. പ്രധാന പ്രതിപക്ഷ നേതാക്കളുടെ നേതൃത്വത്തിൽ ചേർന്ന നിർണായക ചർച്ചയിലൂടെ വലുതും ചെറുതുമായ 37 പാർട്ടികളുടെ കൂട്ടായ്മയാണ് രൂപീകൃതമായത്. പശ്ചിമ ബംഗാൾ, കേരളം, പഞ്ചാബ് എന്നിവിടങ്ങളിൽ 75 സീറ്റുകളിൽ സഖ്യമത്സരം ഉണ്ടായിരുന്നില്ല എങ്കിലും 350ഓളം സീറ്റുകളിൽ BJPക്കെതിരെ സ്ഥാനാർത്ഥിയെ നിർത്താൻ മുന്നണിക്ക് കഴിഞ്ഞു. ഭൂരിഭാഗം സീറ്റുകളും വിട്ടുകൊടുക്കാനുള്ള കോൺഗ്രസിൻ്റെ സന്നദ്ധതയും ഐക്യത്തിന് ബലം നൽകി. 318 സ്ഥാനാർത്ഥികളെ മാത്രമാണ് അവർ ഇത്തവണ മത്സരിപ്പിച്ചത്. ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും കുറവാണ് ഇതെന്ന് ഓർക്കണം. ആവശ്യമെങ്കിൽ കൂടുതൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെന്നും കോൺഗ്രസ് അറിയിച്ചിരുന്നു. കോൺഗ്രസ് സഖ്യകക്ഷികളെ ബഹുമാനിച്ചെന്നും അവരുടെ ആഗ്രഹങ്ങൾ അംഗീകരിക്കുകയും ഒരുമിച്ച് പോരാടുകയും ചെയ്തെന്നും രാഹുൽ ഗാന്ധി വോട്ടെണ്ണൽ ദിനം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. ബലമില്ലാത്ത മുന്നണിയെന്ന് NDA കളിയാക്കിയ, സാമ്പാർ മുന്നണിയെന്ന് മോദി പരിഹസിച്ച അതേ ടീമാണ് ഇത്തവണ BJPയെ പിടിച്ചുകെട്ടിയത്. ശക്തമായ പ്രചാരണമാണ് രണ്ടാമത്തേത്. ഒരു വശത്ത് വർഗീയതയിലും വിദ്വേഷത്തിലും ഊന്നി BJP പ്രചാരണം നടത്തിയപ്പോൾ ജാതി സെൻസസ്, തൊഴിലില്ലായ്മ, വിലക്കയറ്റം, സ്ത്രീ ശാക്തീകരണം എന്നിവയിലാണ് കോൺഗ്രസ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. പ്രകടന പത്രികയിലെ 25 ഉറപ്പുകൾ ഊന്നിപ്പറഞ്ഞ് വോട്ട് തേടിയ അവർ അധികാരത്തിലെത്തിയാൽ കോൺഗ്രസ് സമ്പത്ത് മുസ്ലിങ്ങൾക്ക് കൈമാറുമെന്നടക്കമുള്ള BJPയുടെ വിദ്വേഷ പ്രചാരണങ്ങളെ ശക്തമായി പ്രതിരോധിച്ചു. ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമായിരുന്നു 25 ഗ്യാരണ്ടികൾ ഉൾപ്പെടുത്തിയുള്ള A4 വലിപ്പത്തിലുള്ള കാർഡ്. അതിൽ സ്ത്രീകൾ, യുവജനങ്ങൾ, കർഷകർ, തൊഴിലാളികൾ, സാമൂഹിക നീതി എന്നിവയ്ക്കായി 5 ഗ്യാരണ്ടികൾ വീതം ഉൾപ്പെടുത്തി. ഓരോ ദരിദ്ര കുടുംബത്തിലെയും സ്ത്രീകൾക്ക് പ്രതിവർഷം 1 ലക്ഷം രൂപ, 10 കിലോ സൗജന്യ ഭക്ഷ്യധാന്യം തുടങ്ങിയവയായിരുന്നു ആ ഗ്യാരണ്ടികളിൽ പ്രധാനം. ജാതി അടിസ്ഥാനത്തിലുള്ള സംവരണമായിരുന്നു മറ്റൊരു പ്രധാന വിഷയം. BJP അധികാരത്തിലെത്തിയാൽ ഭരണഘടന മാറ്റാനും SC/ST വിഭാഗങ്ങൾക്കുള്ള ജാതി അടിസ്ഥാനമാക്കിയുള്ള ക്വാട്ടകൾ ഇല്ലാതാക്കാനും ശ്രമിക്കുമെന്നും കോൺഗ്രസ് ചൂണ്ടിക്കാട്ടി. ഈ ആരോപണത്തെ പ്രതിരോധിക്കാൻ BJP നന്നായി പാടുപെട്ടു. കൂടാതെ ജാതി സെൻസസിനായി വാദിച്ച രാഹുൽ ഗാന്ധി ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ SC/ST OBC വിഭാഗങ്ങൾക്കുള്ള 50% എന്ന സംവരണ പരിധി എടുത്തു കളയുമെന്നും ആ പരിധി വർദ്ധിപ്പിക്കുമെന്നും പറഞ്ഞിരുന്നു. ഭരണഘടന ഉയർത്തിയായിരുന്നു എല്ലാ പ്രചാരണങ്ങളിലും യോഗങ്ങളിലും വാർത്താ സമ്മേളനങ്ങളിലും കോൺഗ്രസ് നേതാക്കൾ ജനങ്ങളെ അഭിസംബോധന ചെയ്തത്. വെള്ള ടീഷർട്ട് ധരിച്ച് ഭാരത് ജോഡോ യാത്രയിലും ന്യായ് യാത്രയിലും സഞ്ചരിച്ച രാഹുൽ ഗാന്ധി യാത്രയിലുടനീളം കയ്യിൽ ഭരണഘടന കരുതുകയും അത് മിക്ക യോഗങ്ങളിലും ഉയർത്തി കാണിക്കുകയും ചെയ്തത് നമ്മൾ കണ്ടു. 400 സീറ്റ് എന്ന സ്വപ്നം മറന്നു കളയുന്നതാണ് BJPക്ക് നല്ലതെന്ന് രാഹുൽ അടിവരയിട്ട് പറഞ്ഞു. ഇപ്പോൾ അതുപോലെ സംഭവിക്കുകയും ചെയ്തു. മൂന്നാമതായി മികച്ച സംഘടനാ പ്രവർത്തനവും സംഘാടനവും പുനഃസംഘടനയും കോൺഗ്രസിന് ബലമേകി. 2019-2024 തെരഞ്ഞെടുപ്പുകൾക്കിടയിൽ 2 യാത്രകളിലായി രാഹുൽ ഗാന്ധി 10,000 കിലോമീറ്ററുകളിലേറെയാണ് സഞ്ചരിച്ചത്.
അതിൽ ഭൂരിഭാഗവും കാൽനടയായിരുന്നു. കന്യാകുമാരി മുതൽ കശ്മീർ വരെ ഇന്ത്യയിലുടനീളമുള്ള ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ചെന്നെത്തിയ രാഹുൽ അവിടങ്ങളിലെല്ലാം BJP സർക്കാരിനെ താഴെ ഇറക്കാനുള്ള ഐക്യ പോരാട്ടത്തിന് ആഹ്വാനം ചെയ്തു. ജനങ്ങളോട് നേരിട്ട് സംവദിക്കുക, അവരുടെ മനസ്സറിയുക, പിന്തുണ തേടുക, നേടുക എന്നതായിരുന്നു യാത്രയുടെ ഉദ്ദേശം. അത് വേണ്ടവിധം നടപ്പാക്കാനും രാഹുലിനായി. അദ്ദേഹം സാധാരണക്കാരെ ചേർത്തുപിടിച്ച് അവരിൽ ഒരാളായി. കോൺഗ്രസ് കോട്ടയായിരുന്ന അമേഠി രാഹുലിൻ്റെ പരാജയത്തിലൂടെ 2019 നഷ്ടമായിട്ടും ഇത്തവണ അവിടെ മത്സരിക്കുന്നതിന് പകരം ഇന്ത്യയിലുടനീളം, പ്രത്യേകിച്ച് ഉത്തർപ്രദേശിൽ ഒന്നാകെ പ്രചാരണം നടത്താനാണ് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയും രാഹുലിൻ്റെ സഹോദരിയുമായ പ്രിയങ്ക ഗാന്ധി തീരുമാനിച്ചത്. അതും ഇത്തവണ ഫലം കണ്ടു. അമേഠിയിൽ BJP സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായിരുന്ന സ്മൃതി ഇറാനിയെ വൻ മാർജിനിൽ കെട്ടുകെട്ടിച്ച സീറ്റ് കോൺഗ്രസ് വീണ്ടും കൈക്കുള്ളിലാക്കി. BJPയെ പിന്നിലാക്കി UPയിൽ ഇന്ത്യ മുന്നണി പിടിച്ചത് 43 സീറ്റാണ്. 2019 രണ്ടാം പരാജയത്തിന് പിന്നാലെ രാഹുൽ ഗാന്ധി അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞതോടെ ശക്തമായൊരു നേതൃത്വത്തിൻ്റെ അഭാവത്തിൽ ശ്വാസം മുട്ടുകയായിരുന്ന കോൺഗ്രസിന് അതിജീവനമുണ്ടായത് ആ സ്ഥാനത്തേക്കുള്ള മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വരവായിരുന്നു. പല വിധത്തിൽ ചിതറിക്കിടന്നിരുന്ന പാർട്ടി ഖാർഗെയുടെ നേതൃത്വത്തിൽ ഒറ്റക്കെട്ടായി കൂടുതൽ കരുത്താർജിച്ചു. രാഹുലിനെ കൂടാതെ പ്രധാനമന്ത്രിയോട് നേരിട്ടെതിരിടാനും ആരോപണങ്ങൾക്കും വ്യാജവിദ്വേഷ പ്രചാരണങ്ങൾക്കും മറുപടി നൽകാനും ജനവിരുദ്ധ നയങ്ങൾ ചോദ്യം ചെയ്യാനും ഖാർഗെ മുൻപന്തിയിൽ തന്നെ നിന്നു. രാഹുലും ഖാർഗെയും ചേർന്ന് മോദിയുടെയും അമിത്ഷായുടെയും പ്രചാരണങ്ങളെ പൊളിച്ചടുക്കി. അദാനിയും അംബാനിയും കോൺഗ്രസിന് ടെമ്പോയിൽ പണം നൽകിയെന്ന മോദിയുടെ വാദത്തെ ആ പറഞ്ഞതും പ്രധാനമന്ത്രിയുടെ സ്വന്തം അനുഭവത്തിൽ നിന്നാണോ എന്ന് ചോദിച്ച് രാഹുൽ അടിച്ചൊതുക്കി. പണം തന്നെങ്കിൽ അംബാനിയുടെയും അദാനിയുടെയും വീട്ടിലേക്ക് EDയെ അയക്കാനും രാഹുൽ പറഞ്ഞു. മോദിക്ക് മിണ്ടാനായില്ല. പ്രധാനമന്ത്രി വിദ്വേഷ പ്രചാരണങ്ങൾ നടത്തുമ്പോഴും അതിനെതിരെ തെരഞ്ഞെടുപ്പ് വേദികളിലൂടെയും വാർത്താ സമ്മേളനങ്ങളിലൂടെയും രാഹുലും ഖാർഗെയും ആഞ്ഞടിച്ചു. ഇതൊക്കെയും കോൺഗ്രസിൻ്റെ പുനരുജ്ജീവനത്തിൻ്റെ കാരണങ്ങളായി ചൂണ്ടിക്കാട്ടുന്നു. ലോക്സഭയിൽ 99 സീറ്റുകളുള്ള കോൺഗ്രസ് ഇപ്പോഴും BJPയേക്കാൾ വളരെ പിന്നിലാണെങ്കിലും വിദഗ്ധരുടെ അഭിപ്രായത്തിൽ പാർട്ടി പുരോഗതിയുടെ പാതയിലാണ്. BJPക്കെതിരായ പോരാട്ടം കൂടുതൽ ശക്തിപ്പെടുത്തി ഐക്യത്തോടെ മറ്റു കക്ഷികളെ കൂടി ചേർത്ത് മുന്നോട്ട് പോയാൽ 2029 കോൺഗ്രസിന് അധികാരത്തിൽ തിരിച്ചെത്താനാവുമെന്നതിൽ സംശയം വേണ്ട.